ദൈവനാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ അതിശക്തമായ ആഴമായ വചനത്തിൻ്റെ ദൂത് ഇന്നും നമ്മുടെ ഹൃദയത്തിന് ബലം നൽകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്ന ആഴമായ ദൂതുകൾ നമ്മുടെ ജീവിതത്തിന് പ്രകാശമായി തീരത്തക്ക നിലയിൽ ഇന്നും കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുത്തി മാനിക്കുന്നൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. വളരെ സുപരിചിതമായ ഒരു തിരുവെടുത്ത്. യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ ദൈവം കർത്താവ് അത്ഭുതങ്ങൾ ചെയ്ത അനവധി വിഷയങ്ങൾ തിരുവെടുത്തിലുണ്ട്. എന്നാൽ ഇവിടെ വചനം വ്യക്തമാക്കുക, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അവിടെ അടുക്കൽ കർത്താവ് ചെന്ന് പറയുന്നത് കരയണ്ട. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ഇടപെടുന്ന ദൂത്. ദൈവത്തിൻ്റെ പൈതലെ ഒരുപാട് കരഞ്ഞു, ഒത്തിരി കണ്ണുനീര് ധാരധാരയായി ഒഴുകിയ ആ വിഷയത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിന് ഇന്ന് ഇടപെടാനുണ്ട്. ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ഇനി ആ വിഷയം കണ്ണുനീരിലല്ല, ഇനി ആ വിഷയം കരയേണ്ട വരത്തില്ല. ദൈവത്തിൻ്റെ മനസ്സലിവ് സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആഴും ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. കർത്താവ് ഈ നൈൻ പട്ടണത്തിൽ വിധവയുടെ അടുക്കൽ വന്ന് കരയണ്ട എന്ന് പറയുമ്പോൾ അതൊരു ആശ്വാസ വാക്കാണോ? എന്താ അർത്ഥം? അർത്ഥതലങ്ങൾ അതിനകത്ത് അവൾക്ക് വ്യക്തമാകത്തില്ല. എന്ന നൊടിനേരം കൊണ്ട്, അല്പസമയം കൊണ്ട് കർത്താവിത മഞ്ചത്തെ തൊടേണ്ട വിഷയത്തെ തൊട്ടു. ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം ആഴമായി വിശ്വസിച്ചോ? ആ വിഷയത്തിൽ ഇനി കണ്ണുനീര് ഒരു തുള്ളി പോലും ഒഴുക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം അതിൻ്റെ അകത്തളങ്ങളിലെ ദൈവപ്രവർത്തിയും ദൈവമഹത്വവും കർത്താവ് വെളിപ്പെടുത്താൻ പോവുക. തൊടേണ്ട വിഷയത്തെ നൊടിനേരം കൊണ്ട് ദൈവം തൊടാൻ പോവുക. പ്രവർത്തിക്കേണ്ട മേഖലകളിൽ ദൈവം അതിവേഗത്തിൽ പ്രവർത്തിക്കാൻ പോവുക. ആ തലത്തിലാ ദൈവത്തിൻ്റെ ഇടപെടൽ ഇന്ന് പരിശുദ്ധാത്മാവ് ആഴും ശക്തമായി ദൂതായി വെളിപ്പെടുത്തുക. അവളുടെ ജീവിതത്തെ കണ്ണുനീരാക്കിയ വിഷയത്തിൽ, അവരുടെ ജീവിതത്തെ ദുഃഖത്തിലാക്കിയ വിഷയത്തിൽ കർത്താവ് ഒന്ന് ഇടപെട്ടു കേട്ടോ. ദൈവം ഒന്ന് ഇടപെട്ടു. എത്രയോ പേര് ആ ദേശത്ത് അങ്ങനെ ആ അവസ്ഥയിൽ വന്നിട്ടുണ്ട്, ആ അവസ്ഥയിൽ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരോടും തോന്നാത്ത ഒരു മനസ്സലിവ് ദൈവത്തിനുണ്ടായി. ദൈവത്തിൻ്റെ വൈതലേ, ഇന്ന് ആരോട് പരിശുദ്ധാത്മ പറയുന്നു, എത്രയോ അവസ്ഥകളിൽ കൂടെ കടന്നുപോയവരുണ്ട്. പക്ഷെ ദൈവത്തിന് നിന്നോടൊരു മനസ്സലിവുണ്ട്. ആ വിഷയത്തെ ചൊല്ലി ഇന്നും കരയുന്ന ദൈവത്തിൻ്റെ വൈതലേ, ഒരു മനസ്സലിവുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആഴും ശക്തമായി ദൂത് ഇടപെടുകയാ. കരഞ്ഞ വിഷയത്തെയാ ദൈവം സന്തോഷമാക്കി തീർത്തു. അതല്ലേ തിരുവെഴുത്ത് പറയുന്നത്, വിലാപത്തെ നൃത്തമാക്കുമെന്ന്, വിലാപത്തെ നൃത്തമാക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്ത് നിന്ന് നമ്മോടൊരു ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ വൈതിലെ ഇതുപോലെ കരഞ്ഞ വിഷയത്തിന്മേൽ അനേകര് ആ വാഗ്ദത്തങ്ങളെ കുഴിച്ചിടുവാൻ കാണും. ആ വാഗ്ദത്തങ്ങളെ മറവ് ചെയ്യാൻ കാണും. എത്രയോ വാക്കുകൾ, എത്രയോ ആശയങ്ങൾ, എത്രയോ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ മനുഷ്യൻ ഇടപെട്ട്, വ്യക്തികൾ ഇടപെട്ട് ഓരോ നന്മയുടെ വാതിൽ തുറക്കപ്പെടുമ്പോൾ പല ആലോചനകൾ പറഞ്ഞ് കുഴിച്ചിട്ടിട്ടില്ലേ? ദൈവത്തിൻ്റെ വൈതലേ, ഇത് സമ്മതിക്കത്തില്ല, ഇത് കർത്താവ് സമ്മതിക്കത്തില്ല. ഈ വാഗ്ദത്തം കുഴിച്ചിടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കർത്താവ് തൊട്ടിരിക്കും, വിഷയത്തെ തൊട്ടിരിക്കും. ഇന്ന് ദൂത് വിശ്വസിച്ചു. ആരോട് പരിശുദ്ധാത്മ ശക്തമായി
ദൂത് ഇടപെടുന്നു. മനുഷ്യർ കൂടെ നിന്ന് ചേർന്ന് നിന്ന് അത് കുഴിച്ചിടാൻ ശ്രമിക്കുമ്പോൾ ദൈവം അത് തൊടും. കർത്താവ് വിഷയത്തെ തൊടും, ദൈവ പ്രശ്നത്തെ തൊടും, ദൈവ വാഗ്ദത്തങ്ങളെ തൊടും. ഇന്നിരിക്കുന്ന അവസ്ഥയിൽ അതിനി മുന്നോട്ട് നീങ്ങത്തില്ല. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ മഹത്വവും അതിശക്തമായി വെളിപ്പെട്ടു വരാൻ പോവാ. കരയണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, കരയണ്ട. ആ കണ്ണുനീര് കർത്താവ് ഒപ്പിയെടുക്കുന്നത് ആശ്വാസ വചനങ്ങൾ കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാ, ദൈവത്തിൻ്റെ ശക്തിയാ, ദൈവത്തിൻ്റെ മഹത്വത്താ. ദൈവത്തിൻ്റെ വൈദ്യലെ കണ്ണുനീര് തുടയ്ക്കുക, കണ്ണുനീര് തുടയ്ക്കുക. ആ നിലവാരത്തിലാ ദൈവത്തിൻ്റെ കരം ചാഞ്ഞിറങ്ങാൻ പോകുന്നത്. ദൂത് വിശ്വസിക്കട്ടെ. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. നിത്യനായിരിക്കും ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ വചനത്തിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. വാഗ്ദത്തങ്ങളെ കുഴിച്ചിടുവാൻ ശ്രമിക്കുന്ന മണ്ഡലത്തിൽ ദൈവം തൊടണം. കരയണ്ടെന്ന് പറഞ്ഞ വിഷയത്തിന്മേൽ കർത്താവേ, വേഗത്തിൽ കർത്താവിൻ്റെ കരം ചാഞ്ഞിറങ്ങാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിടുതൽ കൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരണം, അനുഗ്രഹമായി തീരണം. ദൈവിക വിടുതലും ദൈവിക നന്മകളും പ്രാപിക്കുന്ന അത്ഭുതത്തിൻ്റെ ദിനമായി, ദിവസമായി തീരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ വചനത്തിൻ്റെ ദൂത് കർത്താവേ ഹൃദയത്തിന് പ്രകാശമായി തീരട്ടെ, വെളിച്ചമായി തീരട്ടെ. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.